സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ടൈമർ ഓൺ ആക്കണം. അപ്പൊ ക്യാപ്റ്റൻ, അപ്പൊ നമ്മള് ഇനിയിപ്പം നമ്മളെ ഇതൊക്കെ ഓണായി, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ഓണാക്കി കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. താങ്ക് യു സോ മച്ച്. അപ്പൊ ലെവൽസ് എല്ലാം ഓക്കെ. ഇപ്പം ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഓഫ് ആക്കിയാൽ. ഓ, ഓണാക്കാൻ ഒത്തിരി സ്വിച്ച് മതി, ഓഫാക്കാൻ അല്ല, ഓണാക്കാൻ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്, ഓഫാക്കാനായിട്ട് മറ്റേ ഇതേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. അതിൻ്റെ അകത്തിൽ SPL എന്ന് പറയുന്ന സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് ആദ്യം ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്തിട്ട് അത് നമ്മൾ പാസ്സാവണം. ഒരു ഓറൽ ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ FRTO റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നൊരു ലൈസൻസ് കൂടെ നമ്മൾ എടുക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് കോക്പിറ്റിൽ കയറി ഇരുന്ന് ഫ്ലൈ ചെയ്യാനൊക്കെ എടുക്കുന്ന പോലെ. ഓക്കെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റബ്മേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് നമ്മൾ കാറുകളൊക്കെയാണ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിലത്തോട് ഓടുന്ന വാഹനങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മൈസൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു കൊച്ചു റിവ്യൂ ആണ്, ഞാനായിരിക്കില്ല പറയുന്നത്, നമ്മളുടെ സഹായിക്കേണ്ട ഒരു ക്യാപ്റ്റൻ വരുന്നതായിരിക്കും. അപ്പോൾ മൈസൂർ നമ്മൾ ഓറിയൻറ്റ് ഫ്ലൈറ്റ് ഏവിയേഷൻ അക്കാഡമിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഇവിടെ ശരിക്കും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നാണ്. ഏവിയേഷൻ ലൈക്ക് പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പം അവരുടെ ഒരു പുതിയ വിമാനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് പോകുന്നത്. ഒരു വർഷത്തിൻ്റെ അകത്ത് മാത്രമായിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ആയിട്ടിരിക്കുന്ന എയർക്രാഫ്റ്റാണ് ഇത്. ടെക്നാം എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് തന്നെ P2010 MK2 എന്ന് പറയുന്ന വിമാനമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് ക്യാപ്റ്റൻ ഏബലിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ക്യാപ്റ്റൻ പ്ലീസ് അകത്തേക്ക് എന്തൊരു. ഓക്കെ, നമസ്കാരം. ഹൈ. ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് പത്തനംതിട്ടക്കാരനാണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. മലയാളത്തിൽ തന്നെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഡെസിഗ്നേഷൻ പറയുമ്പോഴത്തേന് ഡെപ്യൂട്ടി ചീഫ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ കുട്ടികളെ മെയിനായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരാൾ അല്ലേ? ഫ്ലൈയിങ് സോട്ടിക്കലൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ? എന്താണ് വിശേഷങ്ങളൊക്കെ, എന്താ പറയുന്നത്, നാട്ടിലൊക്കെ ഉണ്ട്? ആണല്ലേ? എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇൻസ്ട്രക്ടർ ആയിട്ട് 2019 തൊട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? മൈസൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിവിടെ ഉള്ളത് കൊണ്ട് പറയുന്നതാണോ? അല്ല, നോർമലി സേഫ്റ്റി ബേസ്ഡ് ആണ് നമ്മുടെ ഏവിയേഷനിലെ എല്ലാ കാര്യവും. അപ്പം ഇതുവരെ ഒരു ആക്സിഡന്റ് ഇൻസിഡന്റ് അങ്ങനെ ഉണ്ടാവാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് നോക്കേണ്ട ഒരു കാര്യം അല്ലേ? അതെ 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 അതെ. കാരണം മെയിനായിട്ട് നമ്മൾ ചില വിമാനങ്ങളൊക്കെ സിംഗിൾ എഞ്ചിനൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഒക്കെ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഭയങ്കര പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ആയിട്ടിരിക്കുന്ന 1 ഇയറിനുള്ളിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിമാനത്തെക്കുറിച്ച് ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്ലൈ തുടങ്ങിയിട്ടില്ല, അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആണല്ലേ? അപ്പം എന്താണെങ്കിലും ഇത് ഓടിക്കുന്നത് ക്യാപ്റ്റൻ ആയിരിക്കും. ഞാൻ മാത്രമല്ല, വേറെ ഇൻസ്ട്രക്ടേഴ്സും കാണും ഉണ്ട്. മെയിനായിട്ട് ഇതിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണല്ലേ? എൻ്റെ ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞു. എവിടെയായിരുന്നു അത്? നമ്മൾ ഹൂബ്ലിയിലാണ് ചെയ്തത് അല്ലേ? ഓക്കെ, ഈ വിമാനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതിന്റെ ബേസിക്കലി നമുക്ക് ഇതിന്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, വിമാനം പൊങ്ങാനുള്ള പാർട്ടുകൾ എന്തൊക്കെയാണ്, എഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. ടെക്നം ആണ് ഇതിന്റെ മാനുഫാക്ചർ. ടെക്നാം എന്ന് പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തിൽ നമുക്ക് സിംഗിൾ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ ഓക്കെ, അതിൻ്റെ അകത്തിൽ വേരിയബിൾ പിച്ച് പ്രൊപ്പല്ലർ എന്ന് പറയും. വേരിയബിൾ പിച്ച് പ്രൊപ്പല്ലർ അല്ലേ? അപ്പോൾ വേരിയബിൾ പിച്ച് പ്രൊപ്പല്ലർ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഇതിന്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യും. ഈ സാധനത്തിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ആവും. കാറ്റിന്റെ ദിശ അനുസരിച്ചാണോ? അല്ല, അത് നമ്മുടെ എഞ്ചിൻ പവർ ഔട്ട്പുട്ട് റിക്വയർമെന്റ് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും അല്ലേ? നമ്മുടെ പവർ ലോഡ് എന്നാണ് ഇതിൻ്റെ അതിൽ പറയുന്നത്. അപ്പം പഴയ സിസ്റ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിവർ ഉണ്ടായിരുന്നു, നമുക്ക് ഈ പിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ അതിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യും അല്ലേ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അതിൻ്റെ അതിൽ പിന്നെ ഫെഡെക്സ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാനേജ്മെന്റ്, എഞ്ചിൻ കൺട്രോൾ എല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇതിൽ കൂടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. നമ്മൾ കാറിന്റെ ECU ഇതിന്റെ അകത്തിലെ എഞ്ചിന്റെ ഇൻടേക്ക്, ഫ്യൂവല്, പിന്നെ ഇതിന്റെ ലോഡ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ചിപ്പ് ത്രൂ ആയിരിക്കും. ഫുൾ ഇലക്ട്രോണിക്കലി ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഫ്രണ്ടിൽ കൂടെ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റിനുള്ള എഞ്ചിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇത് കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന എഞ്ചിനാണ്. അപ്പം ഇത് 4 സിലിണ്ടർ പിസ്റ്റൺ എഞ്ചിൻ തന്നെയാണ്, വിത്ത് ഗിയർ സിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, അത് ലിക്വിഡ് കൂൾഡ് ആണ്. പിന്നെ 170 bhp പവർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ലാൻഡിംഗ് ഗിയർ എന്നൊക്കെ പറയുമ്പോൾ
ട്രൈസൈക്കിൾ ടൈപ്പ് ലാൻഡിംഗ് ഗിയർ എന്നാണ് ട്രൈസൈക്കിൾ പോലെ. അതായത് ഇത് അകത്തേക്ക് റിട്രാക്റ്റബിൾ അല്ല, മീൻസ് ഫ്ലൈറ്റ് പറക്കുമ്പോൾ അകത്തേക്ക് കയറി പോകില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫെയറിംഗ്സ് ഒക്കെ വെച്ചേക്കുന്നത്. എയർ റെസിസ്റ്റൻസ് ഡ്രാഗ് കുറയ്ക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എഞ്ചിൻ വരുന്ന ഈ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. എഞ്ചിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ പേര് P2010 MK2 എന്ന് പറയുന്ന പേര്. ഇതെന്താണ് ക്യാപ്റ്റൻ? സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ഇതിൻ്റെ അകത്തിലാണ് നമ്മുടെ നമുക്ക് എയർ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എയർ ഉണ്ട്, സ്റ്റാറ്റിക് എയർ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആംബിയന്റ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ എടുക്കുന്ന എയറിന്റെ പ്രഷർ വെച്ചിട്ടാണ് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ASI. അപ്പോൾ ASIയുടെ വേറൊരു കമ്പോണന്റ് ആണ് ഇത്, പിറ്റോട്ട് ട്യൂബ് എന്ന് പറയും. പിറ്റോട്ട് ട്യൂബ്. അതെ. ഓക്കെ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മുടെ എയർ സ്പീഡ് അളക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കാറ്റ് ഇതിലക്കോട്ട് കയറും അല്ലേ? നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഇതിന്റെ അകത്ത് കൂടെ കാറ്റിന്റെ വേഗത അളക്കാൻ പറ്റും. അപ്പൊ അത് നമുക്കൊരു സ്പീഡ്, നമ്മൾ എന്ത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈയിങ്ങിന്റെ സമയത്ത് സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ സ്പീഡ് അളക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ. ഒരു ചെറിയൊരു സംശയം, നമ്മൾ ഈ ലൈക്ക് നമ്മുടെ വിൻഷീൽഡിൽ സാധാരണ വലിയ ഫ്ലൈറ്റ്സിനൊക്കെ വൈപ്പർ ഉണ്ടാവില്ല അല്ലേ? ഇതിനെന്താണ് ഇല്ലാത്തത്? ഇത് നമ്മള് മഴയത്ത് ഓടിക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ ഭയങ്കര ഹെവി റെയിൻ ആണെങ്കിൽ പറ്റത്തില്ല. ഓക്കെ. നോർമലി ഒരു മോഡറേറ്റ് അല്ലെ ലൈറ്റ് റെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ പ്രൊപ്പല്ലർ ഇരിക്കുന്നുണ്ട്. ഈ പ്രൊപ്പല്ലറിന്റെ എയർ പുഷ് കാരണം ആ വാട്ടർ മോളിക്യൂൾ തന്നെ പൊക്കോണ്ടിരിക്കും. അങ്ങനെയാണ് അല്ലേ? ഓക്കെ. ടെക്നോളജി ഫ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതങ്ങനെ പൊക്കോളും. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ അത്രയും കണ്ടു. ഇപ്പം നമുക്ക് ഇങ്ങനെ ഡോർ, നമുക്കിത് ആക്ച്വലി കാറിനുള്ള പോലെ തന്നെ നമുക്കിത് ലോക്ക് ചെയ്തൊക്കെ നമുക്ക് വെക്കാം അല്ലേ? ഓക്കെ. വിമാനം ശരിക്കും ഓടിക്കാനായിട്ട് താക്കോലിന്റെ ആവശ്യമുണ്ടോ? ഈ എയർക്രാഫ്റ്റിന് ആവശ്യമില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കാൻ പറ്റും. ഓ, അങ്ങനെയാണല്ലേ? അത് ശരി. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സേഫ്റ്റി ഫീച്ചറായിട്ട് കീ കൊടുത്തേക്കുന്നല്ലേ? കണ്ട, ഇതിനകത്ത് പണ്ട് ബോഡിക്കകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ കാറിനകത്തൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഡോർ നോബ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മൾ ചവിട്ടി കയറാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ്. അതെ. ഓക്കെ. ഓക്കെ. ഇത് മെയിൻ ലാൻഡിംഗ് ഗിയർ എന്ന് പറയും. ഡിസ്ക് ബ്രേക്ക് ആണ്. ഡിസ്ക് ബ്രേക്കുകളാണ്. അതെ, സന്തോഷമായി. എല്ലാത്തിന്റെ അകത്തും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ബ്രേക്സ് ആയിരിക്കും. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ടയർ ഇതിനകത്ത് അടിയിൽ എങ്ങനെ ഉണ്ട്? നമ്മൾ എയറിന് ഡ്രാഗ് ഉണ്ടായിരിക്കും. ചെറിയ ടയേഴ്സ് അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ അട വെച്ചിരിക്കുകയാണ് പോകാതിരിക്കാനായിട്ട്. ഇതിന് എന്താ പറയുന്നത്? നമ്മൾ ചോക്സ് എന്ന് പറയും. ചോക്സ് എന്നാണ് പറയുന്നത് അല്ലേ? ശരി. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ചിറകും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. ഫ്ലൈയിങ്ങിന് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അല്ലേ? ഇതിന് എന്താണ് ടെക്നിക്കലി പറയുന്നത്? ഇത് ഫ്ലാപ്പ് എന്ന് പറയും. ഫ്ലാപ്സ്. ഓക്കെ. നമ്മുടെ ഫ്ലാപ്സ് ആണ്. റിയർ ഫ്ലാപ്സിന്റെ ശരിക്കും ഉപയോഗം എന്താണ്? ഫ്ലാപ്സ് കൺട്രോൾ ഹൈ ലിഫ്റ്റ് ആൻഡ് ഡ്രാഗ് ഓഗ്മെന്റേഷൻ ഡിവൈസ് എന്ന് പറയും. നമുക്ക് ചെറിയ സ്പീഡിൽ ടേക്ക് ഓഫ് ചെയ്യാനും ചെറിയ സ്പീഡിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് മൂവ് ചെയ്യുന്ന ഒരു പുറയിലോട്ട് മൂവ് ചെയ്യും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്. എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ അതിന്റെ വേറൊരു പാർട്ടുണ്ട്. ഇതിനാണ് എലിറോൺ എന്ന് പറയുന്നത്. എലിറോൺ. അതെ. ഇതാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് തിരിയാൻ വേണ്ടിയുള്ള ഒരു ബേസിക് കൺട്രോൾ സർഫസ്. പക്ഷേ തിരിയാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാലിന്റെ അറ്റത്ത് അല്ല ഉപയോഗിക്കുന്നത്. അത് റഡർ എന്ന് പറയുന്നതാണ്. അത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതലും കൺട്രോൾ ടേൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത്. തിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇത് രണ്ടും തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ അകത്തിൽ നമുക്ക് ലോഡ് പ്രശ്നങ്ങൾ വരും. ഓക്കെ. ഇതാവുമ്പോൾ ഇച്ചിരി ലോഡ് കുറച്ചുകൊണ്ട് നമുക്ക് തിരിക്കാനുള്ളൊരു എഫക്റ്റീവ്നെസ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇന്ധനമൊക്കെ വരുന്നത് ഇതിനകത്ത് തന്നെ എത്ര കയറുമായിരിക്കും? അങ്ങനെ കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 220 to 240 ലിറ്റർ മൊത്തം വിമാനത്തിനകത്ത് ഒക്കെ അല്ലേ? ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂസിലാജ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി, നമ്മുടെ കാറിന്റെ ഒക്കെ ബോഡി എന്ന് പറയുന്ന പോലെ ഇതിന്റെ വിമാനത്തിൽ ഫ്യൂസിലാജ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് ഫുള്ളി നമ്മൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ വരുന്ന പോലെ പണ്ടത്തെ എയർക്രാഫ്റ്റിലൊക്കെ ഇതുപോലത്തെ റിവെറ്റ് ടൈപ്പ് ആയിരിക്കും. ഈ നമ്മൾ ഈ വിങ്ങിന്റെ മണ്ടയ്ക്ക് കാണുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ. മോണോകോക്ക് എന്ന് പറയും കാറിലൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ഒരൊറ്റ സിംഗിൾ മോണോകോക്ക് എന്ന് പറയും. സെമി മോണോകോക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഇതെന്താ ഈ സിറ്റി ഓഫ് നേപ്പിൾസ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട എഴുതിയിരിക്കുന്നത്? അങ്ങനെ അത് നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു രസത്തിന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നമ്മള് കാറുകളിലൊക്കെ നമ്മുടെ മക്കളുടെ ഒക്കെ പേര് പോലെ എല്ലാത്തിലും ഉണ്ട്. ഇവിടുത്തെ ഓരോ എയർക്രാഫ്റ്റിലും ഓരോ പേര്. ബേസിക്കലി എയർക്രാഫ്റ്റ് എപ്പോഴും വൈറ്റ് കളർ ആയിരിക്കും. ഈ ഒരു കൂടുതലും നമ്മൾ വൈറ്റ് കളർ ആണ് അടിക്കുന്നത്. കാരണം ഹീറ്റ്, പിന്നെ വൈറ്റ് പെയിന്റ് ആയിരിക്കും കൂടുതൽ ലൈറ്റർ.
ലൈറ്റർ. ഓക്കെ, അങ്ങനെ അല്ലേ. വെയിറ്റ് ആണ് നമ്മൾ ഈ ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും അല്ലേ. സ്റ്റിക്കറിംഗ് വർക്ക്. ഓക്കെ, അപ്പോൾ VT-AGV ഇത് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് രജിസ്ട്രേഷൻ ആണ്. അതായത് നമ്മുടെ നമ്പർ പ്ലേറ്റ് പോലുള്ള ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്. അതായത് VT കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ. ഇന്ത്യക്ക് കോമൺ ആണ്. ഇന്ത്യയുടെ ഒരു ഇതിന്റെ ഫുൾ ഫോം വിക്ടർ ടാങ്കോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിനെല്ലാം വിക്ടർ ടാങ്കോ ആൽഫ ഗോൾഫ് വിക്ടർ എന്നാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള നെയിം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അതിൽ വിക്ടർ ടാങ്കോ എന്നുള്ളത് നമ്മുടെ ഇന്ത്യക്കുള്ള ഒരു കോമൺ സിവിൽ ഇതിന്റെ ഒരു ലാംഗ്വേജ് ആണ്. ഓരോ ഫ്ലൈറ്റിന് മാറി മാറി വരും. KL എന്ന് നമ്മൾ വെഹിക്കിളിന് എഴുതുന്ന പോലെ, അതേപോലെ ഇപ്പൊ ഭാരത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ BH എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ വിക്ടർ ടാങ്കോ എന്നുള്ള ഇത് വരും എല്ലാ എയർക്രാഫ്റ്റിനും. പക്ഷെ മിലിറ്ററി എയർക്രാഫ്റ്റിന് വേറെ വിക്ടർ യൂണിഫോം. ഓ, അത് ശരി. പിന്നെ രണ്ട് ആന്റിന പോലുള്ള ആന്റിനാസ് തന്നെയാണ്. അതെ, ആന്റിനാസ് രണ്ടും. അതെ, ഓക്കെ. പിന്നെ താഴെ ഒരു അതും വേറൊരു എക്യുപ്മെന്റ് ആന്റിന ആണ്. ഓ, ഓക്കെ ഓക്കെ. ഇത്ര ആന്റിനാസ് ഇതിനകത്തുണ്ടല്ലേ. മേളിലും ഉണ്ട്, ഇവിടെ 2 ആന്റിനാസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, VOR എക്യുപ്മെന്റ്സ്, പിന്നെ GPS, ഇത് ELT എമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ. ഓക്കെ, അങ്ങനെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ട്. ഇതിനകത്ത് MT വെയിറ്റ് 821 കിലോ. അപ്പോൾ മൊത്തം ഫ്ലൈറ്റിന് 821 കിലോ ഉള്ളൂ. അല്ല, നമ്മൾ എയർക്രാഫ്റ്റ് നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള വെയിറ്റ് ആണ് 821 കിലോ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ആൾക്കാരെയും കൂടെ കൂട്ടി ഫ്യൂവലൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് 1220 കിലോ മാക്സിമം വരും. ഓക്കെ, അത്ര ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാനുള്ള എഞ്ചിൻ അതിനുള്ള ഒരു കപ്പാസിറ്റി ആണല്ലേ. അത്രയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ടെക്നാമാണ് ക്വാളിറ്റി എയർക്രാഫ്റ്റ് സിൻസ് 1948. ഒരു ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. ഇതിനെ ആക്ച്വലി ഈ ഒരു പോർഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിന് നമ്മൾ സ്റ്റെബിലേറ്റർ എന്ന് പറയും. സ്റ്റെബിലേറ്റർ. ഓക്കെ, ഇതിന്റെ റോൾ എന്താ? നോസ് താഴെ താക്കുകയും ചെയ്യുന്ന ഒരു. ഇത് താഴെ പോകുന്ന അനുസരിച്ചാണ് വിമാനത്തിന്റെ ഹൈറ്റ് കൂടുകയും കുറയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി താഴോട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എയർക്രാഫ്റ്റ് താഴോട്ട് പോകും. മുകളിലോട്ട് പൊക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങും. ഓക്കെ, ഇത് പൊങ്ങുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് നോസ് മുകളിലോട്ട്. അല്ല, അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു പോർഷൻ സെപ്പറേറ്റ് ഉണ്ടല്ലോ. തൊടാൻ പാടില്ല. അത് ട്രിമ്മർ എന്നാണ് പറയുന്നത്. ഓക്കെ, എലിവേറ്റർ ട്രിമ്മർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ പൈലറ്റ് ഇങ്ങനെ എപ്പോഴും ബാക്കിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കയ്യിൽ പ്രഷർ വരും. ഓക്കെ, അത്രയും പ്രഷർ നമ്മൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇതിൽ ഒരു വീലുണ്ട്, ആ വീല് തിരിക്കുമ്പോൾ ഇത് മൂവ്മെന്റ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രഷർ നമ്മുടെ കയ്യിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഓപ്പോസിറ്റിൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇതിപ്പോ താഴോട്ടിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ മുകളിലോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പൊങ്ങിയിരിക്കും. ശരി. പിന്നെ അതുപോലെ ഇതിനവിടെ ഇവിടെ ഇങ്ങനെയുള്ള ചെറിയൊരു വള്ളി പോലൊരു സാധനം ഉണ്ടല്ലോ. അതെ, ഇതൊക്കെ എന്താണ്? ഇത് സ്റ്റാറ്റിക് ഡിസ്ചാർജ് വിക്ക് എന്ന് പറയും. ഓക്കെ, സ്റ്റാറ്റിക് ഡിസ്ചാർജ് വിക്ക് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എയർക്രാഫ്റ്റിൽ നമ്മൾ ഈ പണ്ട് പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എയർക്രാഫ്റ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ഗ്രൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെയും പിന്നെ എയർക്രാഫ്റ്റിന്റെയും ചാർജ് ഒരേ ഇതിലും. ഓക്കെ, നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അതേപോലെ നമുക്കൊരു പെട്ടെന്നൊരു ലൈറ്റ്നിങ് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ കൂടെ ഡിസ്ചാർജ് ആയി പോകും. അതിനുവേണ്ടിയുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഒരു സാധനം. അത് പലയിടത്തും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഓരോരുത്തരത്തായിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ ഇതിന് ബാക്കിൽ ഒരു ലൈറ്റ് കാണാം. അത് നമ്മുടെ നാവിഗേഷൻ ലൈറ്റ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എയർക്രാഫ്റ്റിന്റെ വേറെ എയർക്രാഫ്റ്റ് നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടി ഓരോ സ്ഥലത്തും ഓരോ ലൈറ്റ് ആയിരിക്കും. ഇത് വൈറ്റ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെഡ് ലൈറ്റും റൈറ്റ് സൈഡിൽ ഗ്രീൻ ലൈറ്റും. അങ്ങനെയാണ് ലൈറ്റിന്റെ കോഡുകൾ കാര്യങ്ങൾ വരുന്നത് അല്ലേ. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ എയർക്രാഫ്റ്റ് അങ്ങോട്ട് പോവാണോ ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതിന് നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ ഫിൻ എന്നാണ്. വെർട്ടിക്കൽ ഫിൻ. അതെ, ഇതിൻ്റെ അകത്തിൽ ഒരു കമ്പോണന്റ് എക്സ്ട്രാ ആയിട്ട് വരുന്ന റഡർ. ഓക്കെ, ഇതാണ് റഡർ എന്ന് പറയുന്ന കമ്പോണന്റ്. അപ്പോൾ ഇത് നമുക്ക് അഗെയിൻ ടേണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ കോർഡിനേറ്റഡ് ടേൺസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഡ്യൂറിങ് ലാൻഡിങ് നമ്മുടെ നോസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു. നമ്മൾ റൺവേയിൽ കൂടെ ഓടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ. എയർക്രാഫ്റ്റിൽ നമ്മൾ ഒരു 20-35 നോട്ട്സ് വരെ നമ്മൾ ബ്രേക്ക് വെച്ചിട്ട് തന്നെയാണ് ടേൺ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഇത് എഫക്റ്റീവ് ആവും. അപ്പൊ പിന്നെ നമ്മൾ റഡർ വെച്ചിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ടേക്ക് ഓഫ് ലാൻഡിങ്ങിന്റെ സമയത്ത്. ഓക്കെ, ഇതാണ് ഈ സൈഡിലൊക്കെ വരുന്നത് അല്ലേ. ഈ നമ്മുടെ ഇവിടെ ചെറിയ ഓപ്പണിംഗ് പോലെ കാണുന്നത് അത് ബാഗേജ് കമ്പാർട്ട്മെന്റ്. നമ്മുടെ സാധനങ്ങൾ വെക്കാൻ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ. അതിപ്പോ അകത്തു നിന്നാണ് തുറക്കുന്നത്. അകത്തുനിന്ന് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിന്റെ അകത്തിൽ ബാക്ക് സൈഡിൽ. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് അല്ലേ. അപ്പം ബേസിക്കലി ഒരു എയർക്രാഫ്റ്റിന്റെ ഔട്ടറിൽ കൂടെ നടന്നു വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്രീ ഫ്ലൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നടന്നു വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അകത്തെ കാര്യങ്ങൾ നോക്കാം. അതെ, അപ്പൊ ക്യാപ്റ്റൻ നമുക്ക് ക്യാബിൻ ഒന്ന് കാണിച്ചു തരാമോ? ക്യാബിൻ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പറയുന്നത് അല്ലേ. അടിപൊളി. നമ്മൾ കാറിന്റെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ് ലെതർ സീറ്റുകളാണല്ലോ. 4 സീറ്റ് ഉണ്ട്. 4 സീറ്റ്. ഫ്രണ്ടില് പൈലറ്റ്സിന് 2 സീറ്റ്, ബാക്ക് സൈഡില് 2 സീറ്റ് ഉണ്ട്. ഓക്കെ.
ഓക്കെ. അപ്പം ഇതിന്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം അല്ലേ? അതായിരിക്കും. സോ നമ്മളിപ്പം ഇതിൻ്റെ അകത്തിൽ മെയിൻ ആയിട്ടുള്ളത് കൺട്രോൾസ്. ഓക്കെ, ഇതാണ് കൺട്രോൾ കോളം എന്ന് പറയുന്നത്. കൺട്രോൾ കോളം. അതെ. യോക്കൊന്നും പറയില്ലേ? യോക്ക് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. കൺട്രോൾ കോളം എന്ന് പറയും. ഓക്കെ. കൺട്രോൾ സ്റ്റിക്ക് ഉണ്ട്, കൺട്രോൾ ജോയ് സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്, 320 ഉള്ള പോലെ. കൺട്രോൾ യോക്ക് ഉണ്ട്. അപ്പം ഓരോന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈന് വേണ്ടി പറയുന്ന ഓരോരോ പേരുകളല്ലേ. ഇത് ആക്ച്വലി ടെക്നം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലോഗോ ആണ്. അതെ, ഇങ്ങനെയാണോ ലോഗോ ഇരിക്കുന്നത് അല്ലേ? ഓ, അത് ശരി. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗിനകത്ത് ലോഗോ വെച്ചിരിക്കുന്ന പോലെ ഫ്ലൈറ്റിനകത്തും ഒക്കെ ആ സംവിധാനം തന്നെ. എല്ലാം വാഹനമാണല്ലോ. ഇതാണ് നമ്മുടെ എലിറോൺ, മുമ്പ് കണ്ട എലിറോൺ എലിവേറ്റർ അല്ലേ? ഓഫ് ആയിരിക്കുമ്പോഴതൊക്കെ ഇതെല്ലാം കേബിൾ പുള്ളി സിസ്റ്റം ആണ്. ഓ, അത് ശരി. ഇതാണ് ത്രോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ. ആക്സിലേറ്റർ എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ, ത്രോട്ടിൽ, എഞ്ചിന്റെ പവർ കൺട്രോൾ ചെയ്യുന്ന ഇതായിരിക്കും. ഓക്കെ. പിന്നെ ബാക്കിയുള്ള സാധനം ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് കാണിക്കാം. ഗാർമിൻ എന്ന് പറയുന്നവരാണോ ഇതിന്റെ സിസ്റ്റംസ് എല്ലാം? അതെ, ഈ സിസ്റ്റം നമുക്ക് തന്നേക്കുന്ന ഗാർമിന്റെ ആൾക്കാരാണ്. ഓ, അത് ശരി. അപ്പൊ ഇത് വേറൊരു സബ്സിഡറി കമ്പനിയാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് ഹണിവെൽ, ഗാർമിൻ എന്നൊക്കെ പറയുന്നവരാണ് ഈ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. ആ ഡിസ്പ്ലേ ഓൺ ആവത്തില്ലേ? അത് ഓൺ ആവും. അതിന് ഏവിയോണിക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അത് ഫ്ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ അല്ല എഞ്ചിൻ ഓൺ ആയതിനു ശേഷം ഓൺ ആക്കാം. പക്ഷേ ഓൺ ആക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് ഓൺ ആക്കി വെച്ചോണ്ട് എഞ്ചിൻ ഓൺ ആക്കരുത്, അങ്ങനെയാണ് അല്ലേ? അതെ, നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്യണം. നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ഓൺ ആക്കുന്നതിന് കുഴപ്പമൊന്നും. ഈ P212010 എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ മോഡലിന്. അതെ, നമ്മളിപ്പോ കാറിനൊക്കെ ഉള്ള ഓരോ മോഡൽസ് ഉണ്ടല്ലോ. ഓക്കെ. കിയ സെൽറ്റോസ്, കിയ എന്ന് പറയുന്ന കമ്പനി, അതേപോലെ ടെക്നം എന്ന് പറയുന്ന ഒരു കമ്പനി, സെൽറ്റോസ് എന്ന് പറയുന്ന പോലെ P2010 TDI എന്നാണ് ഇതിന്റെ ഒരു TDI എഞ്ചിൻ വേരിയന്റ് ആണ്. കോണ്ടിനെന്റൽ ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ടർബോ ഡീസൽ അല്ലേ? അതെ, ഇതിന്റെ അകത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ മറ്റേ എയർലൈൻസിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഫ്യൂവൽ, ജെറ്റ് എ. അത് ശരി. ശരിക്കും നമ്മൾ ഈ സിമുലേറ്റർ കാണുന്നതിൽ അതിലും കളർഫുൾ ആയിട്ടാണല്ലോ ഡിസ്പ്ലേ കാണുന്നത്. ഇതിന്റെ അകത്തിൽ പുതിയ ബ്രാൻഡ് ന്യൂ ആയതുകൊണ്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സിമുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഫംഗ്ഷൻസ് പഠിപ്പിക്കാനും പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. എയർക്രാഫ്റ്റിൽ വരുമ്പോൾ അതിനേക്കാൾ ഇച്ചിരി മോഡേണൈസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണും. അപ്പം ഇതിന്റെ അകത്തിൽ ഇതാണ് നമ്മുടെ ഫ്യൂവൽ കൺസോൾ. ഇതാണ് ഫ്യൂവൽ അല്ലേ? ഇത് നമുക്ക് ഇതിന്റെ അകത്തിൽ ഇതിന്റെ അകത്തൊന്നും ഒരേ സമയത്ത് എടുക്കാനുള്ള ഇല്ല. ഓക്കെ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഒരു 30 മിനിറ്റ്സ് ലെഫ്റ്റിൽ നിന്ന്, അത് കഴിയുമ്പോൾ നമ്മൾ മിഡ് ഫ്ലൈറ്റിനിടയ്ക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റും റൈറ്റിലോട്ട്. കുഴപ്പമില്ല. ഓക്കെ. അല്ല, എഞ്ചിൻ കട്ടാവുമോ? കട്ടാവത്തില്ലല്ലേ? പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലാപ്സ് എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞായിരുന്നു. ഇതിപ്പോ ഞാൻ താഴോട്ട് ആക്കുമ്പം അവിടെ നോക്കിയാൽ മതി, നമുക്ക് ഈ വിങ്ങിന്റെ ഫ്ലാപ്പ് താഴോട്ട് വരുന്ന കാണാം. അത് ശരി. ഓക്കെ. ഇങ്ങനെ ഇത് ലാൻഡിങ്ങിന്റെ ഫ്ലാപ്പാണ്. തൊട്ട് മുകളിലാണെങ്കിൽ ടേക്ക് ഓഫ് ഫ്ലാപ്പ്. രണ്ട് സെറ്റിംഗേ ഉള്ളൂ. രണ്ട് സെറ്റിംഗ് അല്ലേ? അത് എത്ര ഡിഗ്രി? 10 അല്ലേ? 10 ഡിഗ്രിയാണ്. 10 to 15 degrees ആയിരിക്കും ടേക്ക് ഓഫിന്റെ ഫ്ലാപ്സ്. ലാൻഡിംഗ് ഫ്ലാപ്സ് ഓൾമോസ്റ്റ് 30 വരും. ഓക്കെ. അപ്പോൾ ലാൻഡിംഗ് നമ്മൾ എയർപോർട്ട് നമ്മൾ റൺവേ മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിങ്ങിലേക്ക് വലിച്ചിട്ടാൽ മതി അല്ലേ? മുകളിലുള്ളത് മുകളിലേക്ക് പോകാൻ വേണ്ടി. അതായത് നമ്മൾ ടേക്ക് ഓഫിന്റെ സമയത്ത് മുകളിലേക്ക് ഇടുന്നത് അല്ലേ? അതേപോലെ നമ്മൾ ഇവിടെ മാറ്റുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്ലാപ്സിന്റെ സെലക്ഷൻ എത്ര. പൊസിഷൻ അങ്ങോട്ട് മാറുമ്പോൾ അവിടെ വരും ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പൊസിഷനിലോട്ട് കണ്ടു. അങ്ങനെ മാറുകയും ചെയ്യും. പിന്നെ ഇതാണ് MFD PFD എന്ന് പറയുന്നത്. ഇത് PFD, പ്രൈമറി ഫ്ലൈറ്റ് ഡിസ്പ്ലേ. ഇത് MFD എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തിൽ നമുക്ക് മാപ്സും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അതുപോലെ എഞ്ചിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ വരുന്നത് RPM. അതെ, രണ്ടായി നമുക്ക് ഇതും വേണേൽ PFD ആക്കാൻ പറ്റും. ഇപ്പൊ ഇൻസ്ട്രക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസ്ട്രക്ടറിന് ഫ്ലൈങ് ടേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അതേപോലെ ആക്കാൻ പറ്റും. അപ്പൊ മാപ്പ് ചെറുതാവും. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് ഡിസ്പ്ലേ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്താണ് ഈ സംഭവം? ഇത് നമുക്ക് സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഇതിന്റെ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിപ്പം ഇത് എഞ്ചിന്റെ അല്ലെ ബാറ്ററി സിസ്റ്റത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ എഞ്ചിൻ ഓൺ ആക്കാത്തത്. അപ്പം നമ്മുടെ ഫോർ എനി എക്സാമ്പിൾ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ആയി പോയി, ബാറ്ററി ചാർജ് ആവുന്നില്ല. അപ്പൊ നമുക്ക് പക്ഷെ കുറച്ച് നേരം കൂടെ സ്റ്റാൻഡ് ബൈ ബാറ്ററീസ് വെച്ചിട്ട് ഇതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഫെഡെക്സ് സിസ്റ്റം വെച്ചിട്ട്. അപ്പൊ ഫെഡെക്സ് സിസ്റ്റത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബാറ്ററി ഉണ്ട്. അപ്പൊ ഈ ബാറ്ററി എല്ലാം ഫെയിൽ ആയാലും അതിന്റെ ബാറ്ററി വർക്ക് ചെയ്യും. അപ്പൊ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. നമുക്ക് വെളിയിലുള്ള സ്പീഡ് അറിയാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ സ്പീഡ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ അപ്പ് ഓർ ഡൗൺ അതേപോലെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കിട്ടും. അത് 3 പ്രൈമറി ഡിസ്പ്ലേ മാത്രമേ കിട്ടത്തുള്ളൂ.
ഈ റെഡ് കാണുന്നതാണോ പ്രൈമറി മറ്റേ ബാറ്ററിയുടെ മെയിൻ സ്വിച്ച് എന്ന് പറയുന്ന സാധനം? അത് എഞ്ചിന്റെ മാസ്റ്റർ ആണ്. എഞ്ചിന്റെ മാസ്റ്റർ ആണ് അല്ലേ? ഫെഡക്കിന്റെ മാസ്റ്റർ സ്വിച്ച് ആണ്. ഓക്കെ, ഈ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ സാധനം എല്ലാം ഓൺ ആക്കിയിട്ടാണ് അല്ലേ? അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആയി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഫോഴ്സ് ബി എന്ന് പറയുന്ന സാധനം അതെന്താണ്? അത് നമുക്ക് ഇതിനകത്ത് 2 ഫെഡക് സിസ്റ്റം ഉണ്ട്, എയും ബിയും ഉണ്ട്. ഓക്കെ, അപ്പം അതും എല്ലാത്തിന്റെ അകത്തിലും നമ്മൾ ഏവിയേഷന്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഒരു സെക്കൻഡറി സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കും. ഒന്ന് ഫെയിൽ ആയാൽ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി. ഓക്കെ, ഇത് ഓട്ടോയിലാണ് കിടക്കുന്നത്. ഓക്കെ, എഞ്ചിൻ എന്തെങ്കിലും കാരണം കൊണ്ട് എ ഓഫ് ആയി പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബിയിലോട്ട് പോകും. പക്ഷെ അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് ഇത് ഫോഴ്സ് ചെയ്ത് ബിയിലോട്ട് മാറ്റാം. അങ്ങനെയുള്ള സംവിധാനം. അപ്പം ഇവിടെ കാണിക്കും ഫെഡക് ബി ഫോഴ്സ്. അപ്പൊ അവിടെ ഇങ്ങനെ വാർണിംഗ് എഴുതി വരും. അപ്പൊ ആ ഇതിനു വേണ്ടി നമുക്കൊരു സെക്കൻഡറി സിസ്റ്റമായിട്ട് തന്നിരിക്കുന്ന ഒരു ഫെഡക് സിസ്റ്റം അല്ലേ. ഇവിടെ എ സിയുടെ വെന്റുകളൊക്കെ അല്ലേ, കാറിനകത്തൊക്കെ ഉള്ള എ സിയുടെ വെന്റുകൾ പോലെ നമുക്ക് തിരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, ഇതാണ് എ സിയുടെ വെന്റുകളാണ് കേട്ടോ. കറക്റ്റ് എങ്ങനെയാണ് അതിനകത്ത് പോലെ തന്നെ. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉള്ള സ്വിച്ചസ് എന്താണ്? ഇത് ഇലക്ട്രിക്കൽ മാസ്റ്റർ സ്വിച്ച് ആണ്. അത് ആദ്യം ഏറ്റവും ഫസ്റ്റ് അതായിരിക്കും ഓൺ ആക്കുന്നല്ലേ? ഇത് ഇലക്ട്രിക്കൽ സ്റ്റാർട്ടർ ബട്ടൺ, പുഷ് സ്റ്റാർട്ട് ആണ്. നമ്മൾ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ ഇതാണ്. അതെ, ഓക്കെ. അതേപോലെ ഇത് ഫ്യൂവൽ പമ്പ്, ഇലക്ട്രിക്കലി ഡ്രിവൺ ഫ്യൂവൽ പമ്പ് ആണ്. ഓക്കെ, അതേപോലെ ഏവിയോണിക് മാസ്റ്റർ, ഈ സാധനം ഓൺ ആക്കാനുള്ള സ്വിച്ചസ് അല്ലേ. പിന്നെ ഇത് ഓട്ടോ പൈലറ്റിന്റെ കൺട്രോൾ മാസ്റ്റർ. ഓക്കെ, അതേപോലെ ഇത് നമ്മുടെ ട്രിമ്മർ. ഓക്കെ, ട്രിമ്മർ എന്ന് പറയുന്ന നമ്മുടെ അത് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള സാധനം. മറ്റേ ഡിസ്ക് ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് സ്റ്റാൻഡ് ബൈ തന്നിരിക്കും. ഇതാണെങ്കിൽ ഇലക്ട്രിക്കലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും ട്രിമ്മർ. റൈറ്റ്, ഓക്കെ, മനസ്സിലായി. അത് ഇങ്ങനെ ഒന്നും തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇവിടെ തിരിച്ച പ്ലസ് മൈനസ് അല്ല. ഇത് നമ്മൾ ഇത് കയ്യിലുള്ള ഫോഴ്സ്, നമ്മൾ ഇതിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഉള്ള ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ട്രിമ്മർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതെ, ഓക്കെ. അല്ലാതെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഒരു കൺട്രോൾ ടവറുമായിട്ട് സംസാരിക്കാം. അത് 2 സൈഡിലും ഉണ്ട്. ഓക്കെ. പിന്നെ ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് അല്ലേ? ഇത് നമ്മളൊരു പ്രത്യേക ആൾട്ടിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അങ്ങ് പോകും. അതെ, പക്ഷേ നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്യുന്ന വഴി അങ്ങ് പോകും. അതെ, പക്ഷെ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിന് നമ്മൾ അത് യൂസ് ചെയ്യത്തില്ല. ട്രെയിനിങ് സമയത്ത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ലൈറ്റ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത് അല്ലേ? സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്, നാവിഗേഷൻ ലൈറ്റ്, ടാക്സി ലൈറ്റ്, ലാൻഡിംഗ് ലൈറ്റ്, ഇതെല്ലാം ഇവിടെ നമ്മൾ ഓൺ ആക്കണം അല്ലേ? പിന്നെ ഇത് ക്യാബിൻ ഹീറ്റ്. അതെന്താണ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിന്റെ തണുപ്പ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് തണുപ്പായിക്കൊണ്ടിരിക്കും അല്ലേ? അതെ, നമ്മള് ചൂട് കുറഞ്ഞു അപ്പൊ നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന്റെ അകത്തുനിന്നുള്ള ഒരു ഇച്ചിരി ചൂട്, എഞ്ചിന്റെ അതിലേക്ക് കൂടെ വരുന്ന ഒരു ചൂട് കാറ്റ്, ഹീറ്റഡ് എയർ നമുക്ക് അകത്തോട്ട് വരും. ഡീഫ്രോസ്റ്റ് ആൻഡ് ക്യാബിൻ ഹീറ്റ്. ഗ്ലാസ് അല്ല, പ്രൊപ്പല്ലറിന്റെ ഇത് ഡീഫ്രോസ്റ്റ് ഗ്ലാസ്സിലില്ല, പ്രൊപ്പല്ലർ. ശരി, ഓക്കെ. അതിനു വേണ്ടിയുള്ള ഇത് അങ്ങോട്ട് കൈ ചൂണ്ടിയപ്പോഴാ അവിടെ ഒരു സാധനം കണ്ടല്ലോ, അതെന്താണ്? ഇത് നമ്മുടെ കോമ്പസ്. കോമ്പസ് അവിടെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇതേപോലെ തന്നെ വേറൊരു നമുക്ക് ഹെഡിങ് അറിയാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ. ഇപ്പൊ ഒരു 12 ഡിഗ്രിയിലാണ് 120 എന്നുള്ളൊരു ഡിഗ്രിയിലാണ്. 120 ആണ്. എല്ലാത്തിന്റെ ബാക്കിൽ ഒരു 0 ആഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ റൺവേയിൽ ആക്ച്വലി മൈസൂർ 19 ഉണ്ടല്ലോ, അപ്പൊ 190 ആണോ? 190 അല്ല 090 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാത്തിന്റെ ബാക്കിൽ ഒരു 0 നമ്മൾ ആഡ് ചെയ്യും. 90 ഡിഗ്രീസിലാണ് ഇരിക്കുന്നത്. ഇത് 120 ഡിഗ്രീസിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ 120 ഡിഗ്രീസിൽ. അത് ശരി, ഓക്കെ. അപ്പൊ നമ്മള് ഈ ബാക്കിയെല്ലാം പോയാലും നമുക്ക് ഇതും പ്ലസ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം കിട്ടും. നമുക്ക് ഫ്ലൈ ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ. ഇത് നാവിഗേഷന്റെ ഇതെല്ലാം ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണല്ലേ? അതേപോലെ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് ഇപ്പൊ GPS-ലായിരുന്നു കിടന്നു. ഇതിൽ നമുക്കിപ്പം VR, മൈസൂരിന്റെ VR ആണ്. അപ്പൊ ഈ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കോഴ്സ് കാണിക്കും. ഈ ഹെഡിങ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് ഈ നീഡിൽ സെന്റർ ആക്കി വെച്ചാൽ നമ്മൾ ആ റൺവേയിലോട്ട് എത്തും. റൺവേയുടെ അവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്വിച്ചസ് ആണ്. അതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ അല്ല? ഇത് നമുക്ക് സ്പീക്കറിന്റെയും നമ്മുടെ ഹെഡ്സെറ്റ്സിന്റെയും കൺട്രോൾസ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്തിൽ ഇപ്പം COM1 ആണ് സെലക്ടഡ്. അപ്പൊ ഈ ടവർ ഫ്രീക്വൻസി സെലക്ട് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് കോം യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരേ സമയത്ത് ചിലപ്പം ക്രോസ് കൺട്രി ഒക്കെ ചെയ്യുമ്പോൾ 2-3 ടവറുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ? ഓക്കെ. ഇതിന്റെ വോളിയം ഒക്കെ ആണോ ഇത്? ലൈക്ക് അതിന്റെ വോളിയം അത് നമ്മുടെ ഇന്റർകോമിന്റെ വോളിയം ആണ്. ഇതിന്റെ വോളിയം ഇവിടെ തന്നെ കൂട്ടാൻ പറ്റും അല്ലേ? കൂട്ടാൻ പറ്റും. ക്യാപ്റ്റൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മെയിൻ ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ ലൈക്ക് ഓടിക്കുന്ന ആൾ ലെഫ്റ്റിലാണല്ലോ ഇരിക്കുന്നത്. അതെ. അപ്പൊ അവിടെ കുറെ സ്വിച്ചസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് കൈത്തി ചെയ്യേണ്ട വല്ല കാര്യങ്ങളും അല്ല. ഇത് സ്വിച്ചസ് അല്ല, ഇത് നമ്മുടെ CB എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. ഓക്കെ. അത് ഉപയോഗിക്കേണ്ട സാധനം അല്ലല്ലേ? അല്ല, ഇത് പോപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ മാത്രം അതിന് നമുക്ക് എമർജൻസി ഓരോ ചെക്ക് ലിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ POH അനുസരിച്ച് അത് റീസെറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നില്ല. അതായത് ഫ്ലൈയിങ്ങിന് ഒത്തിരി ഇമ്പോർട്ടന്റ് ലൈക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളല്ല അവിടെ ഇരിക്കുന്നത്. ലൈക്ക്
അല്ലാതെയുള്ള മെഷീൻസിന്റെ കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ ഇത് പോപ്പ് ഔട്ട് ആവാം. അപ്പൊ അത് നമുക്ക് നോക്കാനും പിന്നെ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാനും വേണ്ടിയുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ഇത്ര മെയിൻ ആയിട്ട് കാര്യങ്ങളല്ലേ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്യുന്നു. നമുക്ക് ഇനി ഒരു എഞ്ചിൻ ഓണാക്കാൻ പറ്റുമോ? ഓക്കെ, അതിനെന്താ ചെയ്യണ്ടേ? അതിന് നമ്മൾ ആദ്യം ഈ സിസ്റ്റംസ് എല്ലാം ഓഫ് ചെയ്യണം. ഓക്കെ. എന്തൊക്കെ ചെയ്യുന്നു ഒന്ന് പറയാവോ? ഇതിപ്പോ നമ്മള് എഞ്ചിന്റെ മാസ്റ്റർ ഓൺ ആക്കിയതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്തിൽ നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് വരും. ഓക്കെ, അതിന്റെ അകത്തിൽ ലോ ഫ്യൂവൽ വാർണിംഗ് ഉണ്ട്, ആൾട്ടർനേറ്റർ വാർണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോ പ്ലഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു വന്നപ്പം, അത് ഓഫ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, ഇനിയിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈമർ ഓൺ ആക്കണം. ഓയിൽ പ്രഷറിന്റെ വാർണിംഗ് ഒന്നും ഇല്ല, അത് പോയി. പ്ലഗ് ആക്റ്റീവ് എന്ന് കാണിച്ചു. ഓയിൽ പ്രഷർ വാർണിംഗ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വോൾട്ടിമീറ്ററും ഗ്രീൻ ആർക്കിൽ വന്നു. ഇനി നമുക്ക് നാവ് ലൈറ്റ്സ് ഓൺ ആക്കാം. നമുക്ക് ഇൻസ്ട്രുമെന്റ് പാനൽ ഓൺ ആക്കാം. നമ്മളിത് MFT PFT ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിൽ ഇനിയിപ്പം ഇതിൻ്റെ അകത്തിൽ ഓരോരോ സിസ്റ്റംസ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, മാറ്റി ചെയ്യാൻ പറ്റും അല്ലേ? ഇതാണ് എഞ്ചിൻ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇത് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയാ? അതിന് നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിന്റെ കൂളന്റ് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ഗ്രീൻ ആർക്കിലായിട്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ക്യാപ്റ്റൻ, അപ്പൊ നമ്മള് ഇനിയിപ്പം നമ്മളെ ഇതൊക്കെ ഓണായി, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ഓണാക്കി കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. താങ്ക് യു സോ മച്ച്. അപ്പം ഇതിന്റെ മുകളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ സാധാരണ ഇത് വെയിലടിക്കാനുള്ള അതേ സൺറൈസർ തന്നെയാണല്ലേ? ഓക്കെ, പിന്നെ ഇവിടെയുള്ള കുറച്ച് കൺട്രോൾസ് ഒക്കെ എന്താ? ഇത് നമ്മുടെ ലൈറ്റ്സിന്റെ കൺട്രോൾസ് ആണ്. നമുക്ക് നൈറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിം ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ചെറിയ ഇത് ലൈറ്റ്സ് അല്ലേ? അതെ, അത് നമുക്ക് ഇങ്ങനെ ഇന്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. രണ്ട് സൈഡിൽ നമ്മള് രാത്രി നമ്മൾ ഓടിക്കാൻ നേരത്തെ ലൈറ്റുകൾ ഉപയോഗിക്കുമോ? അല്ല, നമ്മള് മാപ്പ് അല്ലെ ചാർട്ട് ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം ലൈറ്റ് ഉപയോഗിക്കും. അല്ലാതെ ഇവിടെ തന്നെ ഇതിന്റെ അകത്ത് തന്നെ ലൈറ്റ് ഇതാണ്. ഓക്കെ, മനസ്സിലായി. പിന്നെ ഇപ്പുറത്തുള്ള ഇതെന്താണ്? ഇതും ലൈറ്റ് തന്നെയാണ്. ഇത് ഗ്ലൗ ബോക്സ് പോലത്തെ നമ്മുടെ കണ്ണാടി വെക്കാനുള്ള ഒരു സ്ഥലമാണല്ലേ? അത് ഇതിനകത്തും ഉണ്ടല്ലേ? ശരി, ഇത് ഇവിടെയൊക്കെ ലൈറ്റുകളല്ല, ലൈറ്റുകളാണ്. പിന്നെ ഇത് എയർ വെന്റ്സ് ആണ്, നമ്മുടെ അകത്തോട്ട് എയർ വരാനുള്ള വെന്റുകളാണല്ലേ? ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് അപ്പൊ ഒരു ബേസിക്കലി ഒരു ഫ്ലൈറ്റിന്റെ കാര്യം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഇത് റെഗുലേറ്റ് ആയോ? ഇത് റെഗുലേറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം ഇത് ഓഫ് ആക്കണമെങ്കിൽ അങ്ങനെ ചുമ്മാ ഓൺ ആയി കഴിഞ്ഞാൽ നേരെ അങ്ങ് ഓഫ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ കൂളന്റിന്റെ ലെവലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രമേ ഓഫ് ആക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെ നീഡിൽസ് ഒക്കെ ഗ്രീനിലേക്കൊക്കെ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ഒരു ഫ്ലൈറ്റ് ഓൺ ആക്കി അത് പിന്നീട് ഓഫ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അടിപൊളി കൺട്രോൾസ് അല്ലേ, എന്തുമാത്രം സ്വിച്ചസ് അല്ലേ? അതുകൊണ്ടാണ് പൈലറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടെന്ന് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓരോ സ്വിച്ചിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ റെഡർ ട്രിം ഒക്കെ താഴെ ഇവിടെ ഉണ്ടല്ലേ? മാനുവൽസ് അതെല്ലാം ഓഫ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പിച്ച് ട്രിം ആണ്. ഇതല്ലേ? ഇത് നമ്മുടെ റഡറിന്റെ ട്രിം. ഓക്കെ, ഇവിടാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു കാറിന് ഉപയോഗിക്കുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തും ഉണ്ട്. എല്ലാ സാധനവും നമുക്ക് വേണമല്ലോ. അതെ. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് ഇതിനകത്തുണ്ടല്ലേ? അഥവാ ക്യാബിന്റെ അകത്തിൽ ഫയർ എല്ലാം വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഫയർ എക്സ്റ്റിംഗ്വിഷർ മാൻഡേറ്ററി ആണ്. അത് ശരി. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. അത് ശരി. അപ്പൊ ലെവൽസ് എല്ലാം ഓക്കെ. അപ്പം ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഓഫ് ആക്കിയാൽ ഓൺ ആക്കാൻ ഒത്തിരി സ്വിച്ച് മതി.
ഓഫാക്കാൻ അല്ല ഓണാക്കാൻ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്, ഓഫാക്കാനായിട്ട് ഒറ്റ ഇതേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മളോട് സംസാരിച്ച ക്യാപ്റ്റൻ ഏബലാണ്. അപ്പം ഒത്തിരി താങ്ക്സ് കേട്ടോ. ഞാൻ സാധാരണ നമ്മളിങ്ങനെ എഞ്ചിനൊന്നും ഓണാക്കി കാണുന്ന എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ അതിനുള്ള സൗകര്യം ചെയ്തു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനെ കൂടെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി, നമ്മുടെ ഒരു അക്കാഡമി ആണല്ലോ, ലൈക്ക് നമുക്ക് ബേസിക്കലി 6 months ആണല്ലോ വേണ്ടി വരുന്നത് അല്ലേ? അല്ല, നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ 2 years പറയാം. 2 വർഷം വേണം നമുക്ക്. അതിൻ്റെ അകത്തിൽ SPL എന്ന് പറയുന്ന സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് ആദ്യം ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്തിട്ട് അത് നമ്മൾ പാസ്സാവണം. ഒരു ഓവർ ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ FRTO റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നൊരു ലൈസൻസ് കൂടെ നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് കോക്പിറ്റിൽ കയറി ഇരുന്ന് ഫ്ലൈ ചെയ്യാനൊക്കെ എടുക്കുന്ന പോലെ. അപ്പൊ അതിന് തന്നെ നമുക്കൊരു 1 month ടൈം വേണം, ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 DGC എക്സാമും അതിന്റെ കൂട്ടത്തിലൊരു RTR എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസ് കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ 200 മണിക്കൂർ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്. അതിനകത്തിൽ 100 hours, അതിന് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. CPL ചെയ്യുമ്പോൾ നമ്മൾ 100 മണിക്കൂർ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു കമ്പൽസറി നിയമമുണ്ട്. പിന്നെ 5 മണിക്കൂർ സോളോ ഫ്ലൈ ചെയ്യുന്നത് നൈറ്റ് ആയിരിക്കണം. പിന്നെ ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 hours അതിൻ്റെയും ട്രെയിനിങ് ആണ്. അതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ നമുക്കൊരു മൊത്തം കൂടെ 2 years, 18 months, 2 years ആവശ്യമാണ്. അത് സബ്ജക്റ്റ് ടു സ്റ്റുഡൻറ് പെർഫോമൻസ് പ്ലസ് അവരുടെ സ്റ്റഡിങ് പോലെ ഇരിക്കും. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് കൊച്ചിയിലും ചെന്നൈയിലും അതുപോലെ തന്നെ മൈസൂറാണ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൈസൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ടേഴ്സ് ഏകദേശം മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസിലി ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു ലൈക്ക് നമ്മുടെ 3 ചേട്ടന്മാരെ പോലെയൊക്കെ അത്ര ഫീൽ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർമാരാണ് ഉള്ളത്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഒരു പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു ആവശ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓറിയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഒരു നമ്പേഴ്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. So this is Robin signing off from Rob My Show. Thank you.